വർഷത്തെ ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ തഴയപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെ കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് സഞ്ജുവിന് തിരിച്ചടി ലഭിക്കാൻ കാരണമെന്ന രീതിയിൽ ആരാധകർ പ്രതികരിച്ചു. വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയത് താരത്തിന്റെ ചാമ്പ്യൻസ് ട്രോഫി സെലക്ഷനെ ബാധിച്ചെന്നും KCAയുടെ ഈഗോ സഞ്ജുവിന്റെ കരിയർ തകർക്കുകയാണെന്നും ആരാധകർ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നടിച്ചു. നേരത്തെ വിജയ് ഹസാരെ ട്രോഫിക്ക് മുന്നോടിയായി നടന്ന ക്യാമ്പിൽ പങ്കെടുക്കാത്തതിനാലാണ് സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് KCA പറഞ്ഞത്. ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന സഞ്ജു പിന്നാലെ മത്സരങ്ങൾക്ക് ലഭ്യമാണെന്ന് അറിയിച്ചെങ്കിലും സഞ്ജുവിന് വേണ്ടി ഒരു യുവതാരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നത് ആ താരത്തോടുള്ള നീതികേടായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി KCA സഞ്ജുവില്ലാതെ വിജയ് ഹസാരയിൽ കളിക്കാൻ തീരുമാനിച്ചു. സഞ്ജു ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെടാൻ കാരണം KCA ആണെന്ന തരത്തിൽ അഭിപ്രായങ്ങൾ ശക്തമായതോടെ KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് പ്രതികരണം നടത്തിയിരുന്നു. തോന്നുമ്പോൾ കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് ടീമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സഞ്ജുവും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ബന്ധം നിലവിൽ അത്ര സുഖകരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഇപ്പോഴിതാ സഞ്ജുവിന് ഓഫറുമായി മറ്റ് ചില സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾ രംഗത്തെത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ശക്തരായ ടീമുകളായ തമിഴ്നാടും രാജസ്ഥാനും സഞ്ജുവിനെ ടീമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് ചില മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. KCAയും സഞ്ജുവും തമ്മിലുള്ള ബന്ധം മോശമായിരിക്കുന്ന സമയത്താണ് ഈ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളുടെ ഓഫറുകൾ സഞ്ജുവിനെ തേടി എത്തിയത് എന്നതാണ് ശ്രദ്ധേയം. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ. നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ. T20യിൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന ഓപ്പണറായി മാറിക്കഴിഞ്ഞ അദ്ദേഹം IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനുമാണ്. നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളായ സഞ്ജു മറ്റേതെങ്കിലും സംസ്ഥാന ടീമിലേക്ക് മാറുകയാണെങ്കിൽ കേരള ടീമിനത് കനത്ത തിരിച്ചടിയായിരിക്കും. നേരത്തെ വിജയ് ഹസാരെ ട്രോഫിക്ക് മുൻപ് നടന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സഞ്ജു സാംസൺ ആയിരുന്നു കേരളത്തിന്റെ നായകൻ. ഈ ടൂർണമെന്റിൽ നോക്കൌട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും മികച്ച പ്രകടനമായിരുന്നു ടീമിൻ്റേത്. വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജുവിനെ ടീമിൽ നിന്ന് തഴഞ്ഞ കേരളം സൽമാൻ നിസാറിനെയായിരുന്നു ക്യാപ്റ്റനായി നിയമിച്ചത്. ദയനീയമായിരുന്നു ഈ ടൂർണമെന്റിൽ കേരളത്തിന്റെ പ്രകടനം. 6 കളികളിൽ 2 എണ്ണത്തിൽ മാത്രം വിജയിക്കാനായ അവർ നോക്കൌട്ടിലെത്താതെ പുറത്തായി. കേരളം വിജയ് ഹസാരെ ട്രോഫിയിൽ നേടിയ വിജയങ്ങളാകട്ടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ കുഞ്ഞന്മാരായ ത്രിപുരയോടും ബീഹാറിനോടുമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം രഞ്ജി ട്രോഫിയിൽ മധ്യപ്രദേശിനെതിരെയുള്ള മത്സരത്തിന് വേണ്ടിയുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സച്ചിൻ ബേബിയാണ് ക്യാപ്റ്റൻ. കഴിഞ്ഞ രഞ്ജി മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് സച്ചിൻ കാഴ്ചവെച്ചത്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും ഉയർന്ന റൺസ് നേടുന്ന താരമെന്ന ബഹുമതിയും സച്ചിൻ ബേബി സ്വന്തമാക്കിയിരുന്നു. ഹരിയാനയ്ക്കെതിരായ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിലാണ് സച്ചിൻ ബേബിയുടെ നേട്ടം. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുക. ഇംഗ്ലണ്ടിനെതിരെ T20 പരമ്പര കളിക്കുന്നതിനാൽ സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ ബുധനാഴ്ചയാണ് ആദ്യ മത്സരം.